വീണ്ടും അറബിക്കടലിൽ പറന്നിറങ്ങി കമാൻഡോ ഓപ്പറേഷൻ നടത്തി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പൽ മോചിപ്പിച്ചതായി ഇന്ത്യൻ നാവികസേന അറിയിച്ചിട്ടുണ്ട്. സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയതായും കപ്പലിലുണ്ടായിരുന്ന 23 പാക് മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരാണെന്നും നാവികസേന പറഞ്ഞു. 12 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയത്. ഇറാനിയൻ കപ്പലായ അൽ കംബർ 786 ആക്രമിക്കപ്പെട്ടത്. 9 സൊമാലിയൻ കടൽക്കൊള്ളക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. തുടർന്ന് പടക്കപ്പലുകളായ INS സുമേധയും INS ത്രിശൂലും സംയുക്തമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ കടൽക്കൊള്ളക്കാരെ കീഴടക്കുകയായിരുന്നു. മോചിപ്പിച്ചെടുത്ത കപ്പലിലെ പാകിസ്ഥാൻ പൗരന്മാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചതായും കടൽക്കൊള്ളക്കാരെ പോരാടി മേഖലയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും നാവികസേന പറയുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന അറബിക്കടൽ സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വടക്കൻ മധ്യ അറബിക്കടൽ മുതൽ ഏദൻ ഉൾക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖലയിൽ 10ലധികം മുൻനിര യുദ്ധക്കപ്പലുകളെ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. മറൈൻ കമാൻഡോകളുമായാണ് കപ്പലുകൾ വിന്യസിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക, കടൽക്കൊള്ളക്കാരുടെ ഭീഷണി തടയുക, ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയാണ് നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ. ഇന്ത്യ സ്വതന്ത്രമായാണ് ഈ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബറിൽ ചെങ്കടലിൽ US നേതൃത്വത്തിൽ ആരംഭിച്ച ബഹുരാഷ്ട്ര ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ ചേരുന്നതിൽ നിന്ന് ഇന്ത്യ നേരത്തെ വിട്ടുനിന്നിരുന്നു. യമനിലെ ഹൂതി വിമതർ സിവിലിയന്മാർക്കും സൈനിക കപ്പലുകൾക്കുമെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്കയുടെ നീക്കം. കടൽക്കൊള്ളയും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളും ചരക്ക് ഗതാഗതം നിരക്കിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമായിട്ടുണ്ട്. നിർണായകമായ കടൽപ്പാതകൾക്ക് മേൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ സ്ഥിരമായ സാന്നിധ്യം നിലനിർത്തുന്നുവെന്ന് മുതിർന്ന നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കടൽക്കൊള്ളക്കാരുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ഇരട്ട ഭീഷണികൾക്കെതിരെ നിരീക്ഷണവും പ്രതിരോധവും വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ മേഖലയിലാകെ വിന്യസിച്ചിട്ടുണ്ടെന്നും അറബിക്കടലിലെ സ്ഥിതി സുസ്ഥിരമാക്കാനും സമുദ്ര സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുകയാണെന്ന് ലക്ഷ്യമെന്നുമാണ് നേവി അവകാശപ്പെടുന്നത്. INS കൊൽക്കത്ത, INS കൊച്ചി, INS ചെന്നൈ, INS മോർമുഗാവോ തുടങ്ങിയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും INS തൽവാർ, INS തഷ്കർ തുടങ്ങിയ മൾട്ടി റോൾ ഫ്രിഗേറ്റുകളും ഉൾപ്പെട്ടതാണ് സേനാവിന്യാസം. നാവികസേനയും കോസ്റ്റ് ഗാർഡും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. P-81 ദീർഘദൂര സമുദ്ര പട്രോളിംഗ് വിമാനങ്ങളും MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകളും ഉപയോഗിച്ചാണ് പതിവ് ISSR പരീക്ഷണം നടത്തുന്നത്. ഇവ രണ്ടും പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഇലക്ട്രോ ഒപ്റ്റിക് ആൻഡ് അഡ്വാൻസ് സെൻസറുകൾ ഉപയോഗിച്ച് ഉയർന്ന റെസല്യൂഷൻ ഇമേജറിയിലൂടെ ലൈവ് ഫീഡുകൾ നൽകാൻ കഴിവുള്ളവയാണ്. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് കപ്പൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലും മോചിപ്പിച്ച് നിരവധി പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതികളായവരെ മുംബൈയിൽ എത്തിച്ച് പോലീസിന് കൈമാറി വിചാരണയും ആരംഭിച്ചിട്ടുണ്ട്.